ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റിൻ്റെ കെയറിങ്ങും ഒപ്പോപ്പോട്ടിമിക്സും പിന്നെ അതിൻ്റെ കൂടെ 10 കളറുകൾ 10 വെറൈറ്റീസ് പ്ലാന്റ്സാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഡ് കളറാണ് വരുന്നത്, നല്ല ഡാർക്ക് റെഡാണ്. അപ്പോൾ അടുത്ത വരുന്നത് ലൈറ്റ് റോസ് ആണ് വരുന്നത്. പിന്നെ വരുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, നല്ല തൂവെള്ള പോലത്തെ വൈറ്റാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓറഞ്ചാണ്. അടുത്ത വരുന്നത് റോസ് കളറാണ്, കുറച്ച് ഡാർക്ക് റോസാണ് വരുന്നത്. പിന്നെ വരുന്നത് റോസിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ്, വേറെ ഒരു റോസ് ആയിട്ടുള്ള ഒരു ചെടിയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തതെന്ന് പറയുന്നത് വൈറ്റും റോസും കൂടി വരുന്നതാണ്. നമുക്ക് മിക്സഡ് കളർ എന്ന് പറയുമ്പോൾ 2-3 അവൈലബിൾ ആണ്, അല്ലാത്തതൊക്കെ സിംഗിൾ കളറാണ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൈറ്റും റെഡും കൂടി വരുന്നതാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് വയലറ്റ് കളർ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ഒരു മെറൂൺ കളറാണ്. മെറൂൺ കളറ് ജെറേനിയാണ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്. പിന്നെ പ്ലാന്റിൻ്റെ സൈസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത്. ഇനി അഥവാ രാസവളം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, ജൈവവളമായാലും ഉപയോഗിക്കാം. രണ്ടും മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അടുത്തതായിട്ടുള്ളത് ഇതിൻ്റെ കെയറിങ് ആണ്. കെയറിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ചെടീൻ്റെ വേരുഭാഗം ചീഞ്ഞു പോകുന്ന രീതിയിലാക്കരുത്. ഒരു നേരം വെള്ളം ഒഴിച്ചാൽ അതിന് മാക്സിമം നിങ്ങൾ രാവിലെ ഒഴിക്കുക. രാവിലെ ഒഴിക്കുമ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിലുള്ള വെള്ളം ഊർന്നിറങ്ങിക്കോളും. മാക്സിമം നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പോട്ടിൽ ഹോളുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളിൽ കാണുന്ന കീടാണുക്കൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഫംഗസ് അങ്ങനെ വരുന്ന രോഗങ്ങൾ തടയാനുള്ള ഒരു ചെറിയ ടിപ്സാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഷാമ്പു അങ്ങനെയുള്ള സോപ്പ് അങ്ങനത്തെ സാധനങ്ങൾ നന്നായിട്ടൊന്ന് ഒരു മിനിമം വാട്ടറിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ മുകളിൽ നന്നായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടികളുടെ മുകളിൽ ഇലകൾക്കൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്തുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടീൻ്റെ തണ്ട് കുറച്ച് നീണ്ടു വരുന്നത് കാണുമ്പോൾ അത് വേറെ ഒന്നിനുമുള്ളതല്ല, നമ്മുടെ ചെടിയിൽ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഇലേൻ്റെ തണ്ട് ഭാഗം കുറച്ച് നീണ്ടു വരുന്നതായിരിക്കും, ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതായത് നന്നായി ഒന്ന് കരിഞ്ഞതിന് ശേഷം ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാൻ നോക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം നനയ്ക്കുമ്പോൾ ഒരു നേരം നനയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നനയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല നനയുന്ന രീതിയിൽ വേണം ചെടിയൊന്ന് നനച്ച് കൊടുക്കാനായിട്ട്. അത് ഫംഗസ് വരുന്നതിനൊക്കെ ഒരു തടയാൻ വേണ്ടിയിട്ടായിട്ട് ചെയ്യുന്നതാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെറേനിയം പ്ലാന്റിൻ്റെ വേര് ഭാഗത്തുനിന്ന് ഓരോ പീസ് നമുക്ക് മുറിച്ച് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 110 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവർക്ക്